അയ്യപ്പൻ നിന്നയ്ക്ക് കൂടപിടിച്ച് സംസ്ഥാന സർക്കാർ. സണ്ണി കപ്പികാടിനെ സംരക്ഷിക്കാൻ നീക്കം നടത്തിയ ആഭ്യന്തര വകുപ്പ് പീരിന് കേസെടുത്തുവെന്ന് പറയുന്ന ചെന്നിത്തല ലോങ് ടേം നടപടി എന്ന ന്യായീകരണവും നിരത്തുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, അതായത് ഹിന്ദു ഐക്യവേദി അടക്കം ഈ ഹൈന്ദവ അവഹേളനത്തിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് എത്തിക്കഴിഞ്ഞു. അത് ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് ഈ ആക്ടിവിസ്റ്റിനെ സംരക്ഷിക്കുന്നത് എന്നതടക്കമാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതോടുകൂടി ഇന്നതേ നമ്മുടെ ചാനൽ ക്യാമറയ്ക്ക് മുൻപിൽ എത്തി ചെന്നിത്തല പറയുന്നത് കേസെടുത്തുവല്ലോ, അതൊരു ലോങ് ടേം നടപടിയാണ്. അപ്പോൾ ലോങ് ടേം നടപടി എന്ന ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഉടനൊന്നും നടപടിയില്ല എന്നുള്ളത് തന്നെയല്ലേ? രാഖി, ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നമ്മുടെ ചോദ്യങ്ങളോട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ട്, കേസുകൾ എടുത്തിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ്. എന്നാൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നിരിക്കുന്നത് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നു. സണ്ണി എം കപ്പിക്കാടിൻ്റെ ഈ വിവാദ പ്രസ്താവനയ്ക്കെതിരെ മനഃപൂർവ്വമായി സണ്ണി എം കപ്പിക്കാട് അയ്യപ്പസ്വാമിയെ അവഹേളിച്ച് കൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വിവിധ ഹൈന്ദവ സംഘടനകൾ ഉയർത്തി. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ അവർ നൽകിയ പരാതികളെ കാര്യമായി എടുക്കാൻ പോലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിരുന്നില്ല. നിരവധി പരാതികൾ എറണാകുളത്ത് BJP ഭാരവാഹിയായിട്ടുള്ള ശ്യാംരാജ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി പരാതി നൽകി. ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല കർമ്മസമിതി അടക്കമുള്ള സംഘടനകൾ രംഗത്ത് വരികയും കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്തു. എന്നാൽ സണ്ണി എം കപ്പിക്കാടിനെ പോലുള്ള ഒരാളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭാവിയായ കോൺഗ്രസ് സഹയാത്രികനായി നീങ്ങുന്ന ആളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ വിവാദ പ്രസ്താവന വന്നതിന് ശേഷം, വിവാദ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിങ്ങുകൾ പുറത്തു വന്നതിന് ശേഷവുമുള്ള സർക്കാരിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ ഈ പോലീസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് സണ്ണി എം കപ്പിക്കാടിനെ സംരക്ഷിക്കുന്നതാണ്. സണ്ണി എം കപ്പിക്കാടിനെ മാത്രമല്ല, ഇതേ രീതിയിൽ ഹൈന്ദവ അതായത് ഹൈന്ദവ അവഹേളനം നടത്തുന്നവർക്ക് സർക്കാരിന്റെ കൂട്ട്, അവിടെ അത് ഇടത് വലത് മുന്നണികൾ ആരായാലും വ്യത്യാസമില്ല എന്നുള്ളതാണ്. ജിജീഷ് തുടരുക. നമുക്കിപ്പം ശ്രീ RV ബാബു കൂടി ചേരുകയാണ്, ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ. ശ്രീ RV ബാബു, ഈ അയ്യപ്പൻ നിന്നയ്ക്ക് സംസ്ഥാന സർക്കാർ കൂടെ പിടിക്കുന്നു എന്ന് വേണ്ടേ നിലവിലത്തെ സംഭവവികാസങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്? കാരണം ഈ രമേശ് ചെന്നിത്തല ഇന്ന് നമ്മുടെ ചാനൽ ക്യാമറയ്ക്ക് മുൻപിൽ പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഞങ്ങൾ കേസ് എടുത്തുവല്ലോ, പക്ഷേ അതൊരു ലോങ് ടേം നടപടി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് യാതൊരു സംശയവുമില്ല. എന്തായിരുന്നു ചെന്നിത്തലയുടെ ആ പ്രതികരണത്തിലേക്ക്? ഞാനും വാർത്തകളൊക്കെ വായിച്ചു, നിങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ഇതൊരു LP കേസാണ്, ലോൺ പെൻഡിങ് കേസാണ്. അപ്പോൾ ഞാൻ ADGP ക്രൈംബ്രാഞ്ച് ശ്രീ വെങ്കടേഷിനോട് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. അത് കേരള പോലീസ് ഇൻ്റർപോളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഇതിപ്പോൾ നമുക്കുള്ള അഭ്യൂഹങ്ങളാണ് ഉള്ളത്, ഇതിൻ്റെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇതിൻ്റെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നോട് വളരെ പ്രധാനപ്പെട്ട ചില പത്രപ്രവർത്തകരും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ എന്നാൽ ഇതിനെപ്പറ്റി ഒരു നിജസ്ഥിതി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ADGP ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള ADGP ശ്രീ വെങ്കടേഷിനോട് ഇന്നലെ തന്നെ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് എനിക്ക് തോന്നുന്നു ഇത് സുകുമാരക്കുറുപ്പ് വിഷയത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തായാലും ആ പ്രതികരണം ഇങ്ങനെയായിരുന്നു, ഇതൊരു ലോങ് ടേം നടപടിയാണ്, കേസെടുത്തിട്ടുണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല ഈ അയ്യപ്പ നിന്നയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചത്. സണ്ണി കപ്പിക്കാടിനെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതൊരു ലോങ് ടേം നടപടി എന്ന് പറയുമ്പോൾ ഉടനടി ഒരു കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്ന ഒരു പരോക്ഷമായ സൂചന അദ്ദേഹം നൽകുന്നുണ്ട്, കൃത്യമായ സൂചന അദ്ദേഹം നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നമുക്ക് ജിജീഷിലേക്ക് കൂടുതൽ വിശദാംശങ്ങളുമായി പോകാം. ജിജീഷ്, അതായത് ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണം അങ്ങ് കേട്ട് കാണുമല്ലോ. അതായത് ഹിന്ദു ഐക്യവേദി പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണം, ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം ഉയരണം, അത് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. കാരണം സർക്കാരിൽ യാതൊരു വിശ്വാസവും വേണ്ട എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താണ്, എന്നും ഇത്തരത്തിൽ മതമൗലികവാദികളെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്കൊരു സുഖവാസം ഒരുക്കേണ്ട ഇടമല്ല സർക്കാർ, അതായത് കേരളത്തിന്റെ സർക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ഘട്ടത്തിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്?
രാഗേ, ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാരണം ഹൈന്ദവ സമൂഹം തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ ഹൈന്ദവ ആരാധന ബിംബങ്ങൾ അവഹേളിക്കപ്പെടുമ്പോൾ ആ ഒരു സമുദായം അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സർക്കാരുകളിൽ നിന്ന് അക്കാര്യത്തിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ സണ്ണിയം കവിക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒറ്റ വാക്കിലാണ് മറുപടി പറയുന്നത്. കേസ് എടുത്തിട്ടുണ്ട്, നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്ന വാക്ക് തന്നെയാണ്. മറ്റ് ലോങ് പെൻഡിങ് കേസ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സുകുമാരക്കുറുപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണത്. വളരെ മുന്നേയുള്ള ഒരു കേസാണ്, അത് നടപടികൾ തുടരുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം അവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി മുൻ കോൺഗ്രസ് നേതാവ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇത്തരം ആളുകളെ, സണ്ണിയം കവിക്കാടിനെ പോലുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അവരുടെ പ്രസ്താവനകളെ തള്ളിപ്പറയാനോ അതിനെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങാനോ തയ്യാറാവാതെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം തന്നെയാണ്. അവിടെയാണ് ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഒപ്പം തന്നെ ശബരിമല കർമ്മസമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവരുടെ പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് RV ബാബു ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നെല്ലാം തന്നെ പ്രകടമാകുകയും ചെയ്യുന്നത്, ഹിന്ദു ഐക്യവേദിയുടെ പ്രതികരണങ്ങളായി വ്യക്തമാകുന്നത്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായി കരുതാൻ കഴിയില്ല. നിരന്തരമായി ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ദളിത് ആക്ടിവിസ്റ്റുകളുടെ പേരിൽ, ഇടത് ചിന്തകരെന്ന പേരിൽ എല്ലാം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെയാണെങ്കിലും മറ്റു ഹൈന്ദവ ദേവന്മാരെയാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിൽ അവഹേളിച്ചുകൊണ്ട് തുടർച്ചയായുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ വരുമ്പോൾ പോലും വേഗത്തിൽ കേസെടുക്കുകയോ നടപടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. എന്നാൽ മറിച്ച് മറുഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ പോലും അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ TG വിഷയത്തിലടക്കം